വണ്ടി കംപ്ലൈന്റ് ആണെന്നില്ലേ, എന്താക്കി? അത് വർക്ക്ഷോപ്പ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നന്നാക്കാൻ പറ്റാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ല വിനോ, എത്ര കാലമായിട്ട് കൊണ്ട് നടക്കുന്നത്? അതൊന്ന് മാറ്റിക്കൂടെ? അതല്ല നല്ലത്. ഒന്ന് പോലെ കൊണ്ടെടുക്കണ വണ്ടിയാണത്. അതെങ്ങനെയും നന്നാക്കി എടുക്കാൻ പറ്റാ നോക്കട്ടെ ഞാനൊന്ന്. ദുൽമേ, എങ്ങോട്ടാ പോണേ? ഇങ്ങോട്ട് വാ. ഞാൻ കടയിലൊന്ന് പോയിരുന്നു. എന്താ പരിപാടി? അല്ല ദുൽമേ, എവിടെ കൂട്ടാനോടെ ഫൈസല്? പൈസലും കൂടെ വന്നില്ല. ഞാൻ അതാണ് നോക്കണത്. പൈസൽ ഞാൻ കണ്ടിരുന്ന രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടിരുന്നാണല്ലോ. ഫൈസലിപ്പോ എവിടെ കണ്ടില്ല? അപ്പോ ഇല്ല, പൈസലും കണ്ടിട്ടില്ല. പിന്നെ എടാ, ഇന്നലെ രാത്രി നമ്മളെ പട്ടാൾക്കാരൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി പോകുന്നുണ്ടല്ലോ. ആരായിക്കത്? ദുൽമേ, വെറുതെ ദുൽമുണ്ടാക്കാൻ നിൽക്കണ്ട. അയാളെ തോക്കിനേരാ കണ്ട പട്ടാൾക്കാരൻ്റെ. കണ്ടോ? അതേ പട്ടാളക്കാരൻ്റെ ഭാര്യയെ കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ദുൽമു പറഞ്ഞേലേ സത്യം ഉണ്ടാവും. സത്യം? ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ടും കണ്ടതാ. ഇന്നലെ രാത്രി സുഖമാണ്. നിങ്ങളെന്താ കണ്ണിട്ട് കഥകളി കളിക്കുകയാണോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അവിടെ ഇരിക്കേ. ആ പട്ടാളക്കാരൻ്റെ നിന്റെയും നാടിനെയും സംരക്ഷണം ഏറ്റെടുത്തവരാണോ പട്ടാളക്കാർ. അവിടെ വന്നാണോ നിന്റെ ദുലുമുകളി? ഊണും ഉറക്കവും മറന്ന് അതിർത്തികൾ സേവനം ചെയ്യുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങളവിടെ ഉണ്ടല്ലോ എന്ന്, എൻ്റെ കുടുംബം സംരക്ഷിക്കാൻ നിങ്ങളുണ്ടല്ലോ എന്ന്. അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. ഇതുപോലെ ദുലുമ എൻ്റെ വീട്ടിൽ വന്നുണ്ടല്ലോ, ചവിട്ടുന്നതിനെ തീർത്തുകളി. സാറേ, ഞാൻ അങ്ങനെയല്ല ഇവരോട് പറഞ്ഞത്. നിങ്ങളെ വീട് സംരക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങളെ വീട്ടിൽ ഒരു ദുൽമും കളിച്ചിട്ടില്ല. മത്തി 1.5 കിലോ 100 റുപ്യ. അതിന് 150 റുപ്യ. 200 റുപ്യ. അല്ല കാക്ക, നെയ്മീനല്ല 200 റുപ്യ. അല്ല കാക്ക, ഈ മത്തി മീനും അതിലൊക്കെ വരുന്നത് ഒരു കടലിൽ തന്നെയല്ലേ? അതിന് പ്രത്യേകിച്ച് വളർന്നിട്ടില്ലല്ലോ. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും, മുഖ്യമന്ത്രി കൂടി ഒരു നിവേദനം കൊടുക്കാം. അല്ലപ്പോ ചെയ്യാൻ പറ്റും. അല്ല, പെടക്കണ മീനാണ് നിങ്ങൾക്ക് പറഞ്ഞ വില ഇതായത്. ഇത് മത്തിന് വെക്കുന്നത് വരുമോ? ഇത് ചത്ത മീനല്ലേ? ദുൽമനിക്ക് മീൻ വേണോ മീൻ കൊണ്ട് അടി വേണോ? ദുൽമനെ അടിച്ചു ഓടിക്കണം. ആ വിനോട്ടോ, സർവരക്ഷണത്തിന് മതി. പച്ചക്കറിക്കോട് വില കുറവട്ടോ. ആയിക്കോട്ടെ. പൈസലേ ഒന്നും കൊണ്ട് വാ. ആപ്പിളൊക്കെ മൂലമല്ല ഉണ്ടാവല്, മരത്തുമല്ല ഉണ്ടാവല്.
നീ ലോകത്തൊന്നും അല്ലേ ദുൽമ ജീവിക്കുന്നത്? ഇതൊക്കെ ഇപ്പൊ കച്ചവടത്തിന്റെ ഒരു ട്രെൻഡാണ്, ഈ നൂലിൽ കെട്ടിയിട്ട് കച്ചവടം ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനിങ്ങനെ? ആപ്പിളിന് ഭംഗിയില്ലാതെ നമുക്ക് പച്ചക്കറി കൊടുക്കാം. അല്ല ഈശ്വരെ, ഈ അങ്ങോട്ട് പോയിട്ട് വരാ. ഞാൻ പറഞ്ഞ പച്ചക്കറി എന്തെങ്കിലും മേടിക്കാൻ പോകാം. ഇമ്മ വാ, ഒരു വെള്ളം കുടിച്ചിട്ട് പോവാം. അത് രണ്ട് വെള്ളം എടുത്തേ കുടിക്കാൻ. ആ എന്ത് വെള്ളം പിള്ളേ? അങ്ങോട്ട് ഇരിക്കാം. അതെ റാഫിയെ, രണ്ട് സർവത്ത് വേണ്ടിട്ടോ. സർവത്ത് കുടിച്ചിട്ട് കുറെ ദിവസമായി. സർവത്ത് കുടിച്ചോളെ. എന്താ പിന്നെ പോവല്ലേ, വീട്ടിൽ പോകാനായില്ലേ? പോവാന്നേ, എന്നാ കുടിച്ചിട്ട് പോവാ. ഭയങ്കര ദൂരല്ലേ? അല്ല ദുൽമ, പൈസയിൽ പച്ചക്കറി മീനെല്ലാം വാങ്ങി. ദുൽമൊന്നും വാങ്ങില്ല? ദുൽമത്തിന് മീനെല്ലാം വാങ്ങുന്നത് ഇന്ന് പൈസയിൽ വീട്ടിൽ കഴിച്ചില്ലേ? അതെ, എന്റെ പെണ്ണുങ്ങളെ അങ്ങാടിയിലെ ഇറച്ചി വാങ്ങണ വേണ്ടിയിരുന്നേ. ഇന്ന് എന്റെ പോരെ കാക്ക എന്തേ? എന്താ നോക്കണേ? ഞാനേ ഈ മരം ഇങ്ങനെ ഉണങ്ങിയത് നോക്കുക. അയ്യടാ, ഞാൻ കണക്കാക്കി വേറെന്താ നോക്കി. സാന്തേച്ചിയെ, നമ്മള് പട്ടൺ സാറ് പോയോ? എന്താ ദുൽമേ, മതിയായില്ലേ? അല്ല, സംരക്ഷിക്കാൻ ആയിക്കണോ നോക്കാൻ വേണ്ടി വന്നായിരുന്നു. എടാ നിന്നെ ഞാൻ